أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمصنف الكتاب ولشرائه ولجميع المسلمين والمسلمات اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما إنك أنت العليم الحكيم. നമ്മൾ കൈഫകാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിലാണുള്ളത്. അതിലൊന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ബാബുമായി അതിനുള്ള ബന്ധം നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തെ ഹദീസ് വഹി എങ്ങനെയൊക്കെയാണ് വരാറുള്ളത് എന്ന വിശദീകരണമാണ്. ഒരു സഹാബി അത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 കോലങ്ങൾ പറഞ്ഞു കൊടുത്തു. മിഥല സൽസലത്തിൽ ജറസി, ചിലപ്പം ഒരു മനുഷ്യൻ്റെ കോലത്തിൽ വരും എന്നൊക്കെ പറഞ്ഞു. വേറെയും പല കോലത്തിലും വരും. ഹദീസുകളിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത് നമ്മൾ പറയുന്നത് ശരിക്ക് ബദഉൽ വഹി എങ്ങനെയായിരുന്നു എന്നുള്ള ആ സംഭവം ഒരിക്കൽ തന്നെയാണ്. അത് ഏതാണ്ട് പൂർണ്ണമായ രൂപത്തിൽ തന്നെ ആയിഷ ബീവിയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് മൂന്നാമത്തെ ഹദീസ്. അതിപ്രകാരമാണ്: ഹദ്ദസന യഹ്യ ബിൻ ബുക്കൈർ ഹദ്ദസന ലൈസ് അൻ നുകൈൽ അൻ ഇബ്നു ശിഹാബ് അൻ ഉർവത ബിൻ സുബൈർ അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ أنها قالت أول ما بدأ به رسول الله صلى الله عليه وسلم من الوحي الرؤيا الصالحة في النوم فكان لا يرى رؤيا إلا جاءت مثل فلك الصبح ثم هبب إليه الخلاء وكان يخلو بغار هراء فيتهنث فيه وهو التعبد الليالي ذوات العدد قبل أن ينزع إلى أهله ويتزبد لذلك ثم يرجع إلى خديجة فيتزبد لمثلها حتى جاءه الحق وفي غار هراء فجاءه الملك فقال اقرأ قال ما أنا بقارئ قال فأخذني فغطني حتى بلغ مني الجهد ثم أرسلني فقال اقرأ قلت ما أنا بقارئ فأخذني فغطني الثانية حتى بلغ مني الجهد ثم أرسلني فقال اقرأ قلت ما أنا بقارئ فأخذني فغطني الثالثة ثم أرسلني فقال اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم فرجع بها رسول الله صلى الله عليه وسلم يرجف فؤاده فدخل على خديجة بنت خويلد رضي الله عنها فقال زملوني فزملوه حتى ذهب عنه الرعو فقال لخديجة وأخبرها الخبر لقد خشيت على نفسي فقالت خديجة كلا والله ما يخزيك الله أبدا إنك لتصل الرحم وتحمل الكلا وتكسب المعدوم وتكري الضيف وتعين على نواهب الحق فانطلقت به خديجة حتى أتت به ورقة بن نوفل بن أسد بن عبد العزى ابن عم خديجة وكان امرأ تنصر في الجاهلية وكان يكتب الكتاب العبرانية فيكتب من الإنجيل بالعبرانية ما شاء الله أن يكتب وكان شيخا كبيرا قد عمي فقالت له خديجة يا ابن عمي اسمع من ابن أخيك فقال له ورقة يا ابن أخيه ماذا ترى فأخبره رسول الله صلى الله عليه وسلم خبر ما رأى فقال له ورقة هذا الناموس الذي نزل الله على موسى يا ليتني فيها جذعا ليتني أكون حيا إذ يخرجك قومك فقال رسول الله صلى الله عليه وسلم أبا مخرجيهم قال نعم لم يأت رجل قط بمثل ما جئت به إلا عوديا وإن يدركني يومك أنصرك نصرا مؤزرا ثم لم ينشب ورقة أن توفي وفطر الوحي صدق رسول الله. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് യഹ്യ
യഹ്യ ബിൻ ബുക്കൈർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്കൈറിൻ്റെ മകൻ യഹ്യ. ശരിക്ക് യഹ്യ ബിൻ അബ്ദുല്ലാഹി ബിൻ ബുക്കൈറാണ്. ബുക്കൈറിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകനാണ്. അപ്പം വല്യുപ്പ ജദ്ദിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജദ്ദ് മഷൂർ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്, അങ്ങനെ പറയാറുണ്ട്. അദ്ദേഹം മിൻ കിബാരി ഹിഫാദിൽ മിസ്രിയീൻ, മിസ്ർ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് യഹ്യ. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് ലൈസ് ബിൻ സഅദിൽ ഫഹ്മി എന്ന് പറയുന്ന മഹാൻ എന്നാണ്. അദ്ദേഹം ഈജിപ്തുകാരനാണ്, അവിടുത്തെ ഫക്കീഹാണ്, വലിയ ഫക്കീഹാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് ഉഖൈൽ എന്ന അസ്ബത്തുർ റുവാത്ത് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല സ്ഥിരപ്പെട്ട സത്യം മാത്രം പറയുന്ന എഴുതുന്ന ആൾ എന്ന നിലയ്ക്ക്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത് ഇബ്നു ശിഹാബിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ആരാ ഇബ്നു ശിഹാബ്? വഹുവ അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ഉബൈദില്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ശിഹാബ് ബിൻ അബ്ദുല്ലാഹി ബിൻ ആരിഫ് ബിൻ സുഹറത്തുൽ ഫക്കീഹി എന്ന് പറയുന്ന ആളാണ്. ഇവിടെ ഇബ്നു ശിഹാബ് എന്ന് പറയുന്നത് പേര് മുഹമ്മദാണ്, അബൂബക്കർ കുഞ്ഞത്താണ്. അദ്ദേഹം മുസ്ലിം ബിൻ ഉബൈദുല്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ശിഹാബിൻ്റെ മകനാണ്. അപ്പോൾ ജദ്ദിൻ്റെ ജദ്ദിലേക്ക് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. വെറും ജദ്ദിലേക്കുമല്ല, ജദ്ദിൻ്റെ ബാപ്പയിലേക്കല്ല, ജദ്ദിൻ്റെ ജദ്ദിലേക്ക്, നാലാമത്തെ ഉപ്പാപ്പയിലേക്ക് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മഷൂറായ ഒരു ഫക്കീഹി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജദ്ദുൽ അയല സുഹ്റത്ത് ബിൻ കിലാബാണ്. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ആമിന ബീവിയുമായിട്ട് നസബയിൽ ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം വലിയ സിക്കത്തുള്ള, ഇത്കാനുള്ള, അമാനത്തുള്ള ഒരു പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. അവരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിവരം ആയിഷ പറയുന്നത് എങ്ങനെയാണ് വഹി ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത് ആയിഷ ബീവി അന്ന് ഇല്ലല്ലോ, അന്ന് ഭാര്യയായിട്ടില്ലല്ലോ. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് ആ നിലക്കാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. അന്ന് ഖദീജ ബീവിയാണല്ലോ, ഏക ഭാര്യയല്ലേ ഉള്ളൂ ആ സമയത്ത്, 40 വയസ്സാകുമ്പോൾ. അപ്പം ആ നിലക്ക് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്. ആയിഷ പറയുകയാണ് ചുരുക്കത്തിൽ. അതായത് ഈ സംഭവം ആദ്യമായിട്ട് വഹി ഉണ്ടായത്, അതിൻ്റെ സംഭവം, വഹികൾ പലതരത്തിലുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥാർത്ഥ വഹി, അതായത് ഗാർ ഹിറയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇറങ്ങി പറയുന്ന വഹി, ഖുർആൻ, ഇഖ്റ കൊണ്ട് തുടങ്ങുന്ന ഖുർആൻ. ആ ഖുർആൻ്റെ മുമ്പ് പല വഹികളും ഉണ്ടായിട്ടുണ്ട്. സ്വപ്നങ്ങൾ, തോന്നലുകൾ, ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്, ശബ്ദങ്ങൾ. അതിനെ സംബന്ധിച്ച് ഒന്നിനെയാണ് ആയിഷ പറയുന്നത്. ഈ ശരിയായ ഖുർആൻ എന്ന് പറയുന്ന വഹി ഇറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത് റുഇയ സ്വാലിഹ, റുഇയ സ്വാലിഹ, നല്ല സ്വപ്നം. നല്ല സ്വപ്നമാണ് ഉണ്ടായിരുന്നത്. നല്ല സ്വപ്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നവും കാണില്ല. ഫക്കാനല്ല യറാ റുയൻ ഇല്ല ജാഅത്തി മിസ്ല ഫലക്കി സുബ്ഹി. ഇന്ന് രാത്രിയായ നാളെ പ്രഭാതം എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപ്രകാരം വളരെ സത്യസന്ധമായി കൊണ്ട് തന്നെ ആ സ്വപ്നം പുലരും. അങ്ങനെയല്ലാതെ ഉണ്ടായിട്ടില്ല. അതാണ് അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി റുഹിയ സാലിഹ ഫിന്നൗം, ഉറക്കത്തിൽ കാണും. അങ്ങനെ ഫക്കാന ലാ യറാ റുയൻ ഇല്ലാ ജാഅത്തി മിസ്ല ഫലക്കി സുബ്ഹി, യഥാർത്ഥമായിട്ട് പുലരും പിറ്റേന്ന്. അങ്ങനെ കുറേ കാലങ്ങൾ, കുറേ ദിവസങ്ങൾ, അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സുമ്മ ഹബ്ബിബ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമായി അൽ ഖലാവ്, വിജനത. ഈ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. ഇവിടെ ബിംബാരാധനകളും അതുപോലെയുള്ള തെറ്റായ സംഗതികളിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഇതിൽ നിന്ന് മാറി ഒരു വിജനമായി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും പറയാനും ആരാധിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം എന്നൊരു താല്പര്യമുണ്ടായി. അങ്ങനെ വകാന യഖ്ലു ബി ഗാരി ഹിറാഇൻ ഫയതഹന്നസു ഫീഹി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് മാറി ജബലുൻ നൂർ, കഅബയിൽ നിന്ന് 3 മൈൽ എന്നാണ് പറയുന്നത്, ഏതാണ്ട് 5-6 കിലോമീറ്റർ ദൂരത്തുള്ള ജബലുൻ നൂർ എന്ന് പറയുന്ന ഒരു ഉയരമുള്ള പർവ്വതം തന്നെയാണത്. കയറാൻ വശമാണ്. ആ പർവ്വതത്തിന് മുകളിൽ ഒരു ഗുഹയുണ്ട്. അതിനാണ് ഹിറാ ഗുഹ എന്ന് പറയുന്നത്. അവിടെയാണ് പോയിട്ട് അതിന് കണ്ടെത്തിയ സ്ഥലം. അങ്ങനെ അവിടെ പോയിട്ട് തഹന്നസു, അവിടെ പോയിട്ട് തഹന്നസിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് തഅബ്ബുദ്, ഇബാദത്ത് എടുക്കുന്നതിൻ്റെ അർത്ഥം. ശരിക്കും യതഹന്നസു എന്നുള്ളത് യതഹന്നഫു എന്നാണ് എന്ന് പറയുന്നുണ്ട്. അറബികളിൽ ചിലരൊക്കെ ഫാന സാ ആയിട്ട് ഉപയോഗിക്കും, അങ്ങനെ കൊളോക്കി, അങ്ങനെ വന്നതാണിത് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ അർത്ഥം തഹന്നഫ എന്നാണെങ്കിൽ ഹനീഫ മുസ്ലിം എന്ന് പറയുന്നത് ചൊവ്വായ മാർഗം, ഹക്കിലേക്ക്, മറ്റുള്ള ഹക്ക് ബാത്തിലുകളിൽ നിന്നൊക്കെ ഒഴിവായി ഹക്കിലേക്ക് ചാഞ്ഞ അതിന് യഥാർത്ഥ മതം, ആ മതം പ്രകാരമുള്ള ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്നു. അല്ലയാലി എന്ന വാത്തിൽ എഴുതത്ത്, കുറേ രാത്രികൾ, കുറേ പകലും രാത്രിയും കുറേ ദിവസങ്ങൾ നടത്തും. ഖബല അൻ യൻസിയ ഇല അഹ്ലിഹി, വീട്ടുകാരിലേക്ക് ഖദീജ ബീവിയിലേക്ക് വരുന്നതിന് മുമ്പായിക്കൊണ്ട് അങ്ങനെ കുറേ ദിവസങ്ങൾ എന്താക്കി അവിടെ കഴിച്ചു കൂട്ടും. അപ്പം അതിലേക്ക് വേണ്ട കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ട ഭക്ഷണവുമായിട്ടാണ് പോകാറുള്ളത്. ചിലപ്പോൾ ഖദീജ ബീവി കൊണ്ടു കൊടുക്കും, രണ്ടാളും കൂടി പോകും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ ഭക്ഷണം കഴിയുന്ന സമയത്ത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നിട്ട് വയതസബ്ബദു ലിദാലിക സുമ്മ യർജി ഇലാ ഖദീജ ഫയതസബ്ബദു ലിമിസ്ലിഹ, വീണ്ടും അതുപോലെ തന്നെ ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ പൊതിയാക്കി കൊണ്ടുപോകും. അങ്ങനെ കുറേ രാത്രികൾ കഴിഞ്ഞു. എത്ര രാത്രിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും 1 മാസമാണ്, 1 മാസത്തിൽ കൂടുതലുണ്ടെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതാവട്ടെ അത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഈ സംഭവം നടന്നത്. അവിടെ പോയി താമസിക്കലും ഇബാദത്തെടുക്കലും ഒക്കെ അതിനു മുമ്പ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഹത്താ ജാഅഹുൽ ഹഖു ഫി ഗാരി ഹിറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാരി ഹിറായിൽ താമസിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഹക്ക് വന്നത്. എന്താ ഹക്ക്? ആയിഷ പറഞ്ഞ തുടക്കത്തിൽ പല നിലക്കുള്ള വഹികളുണ്ടായിരുന്നു. ഹക്കായ വഹി, ഹക്കായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹക്കായ വഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുർആൻ, അത് വന്നു. അല്ലെങ്കിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരെ വന്നിട്ട് വഹി അറിയിക്കുന്ന അതിനാണ് ഹക്ക് എന്ന് പറയുന്നത്, യഥാർത്ഥ വഹി. മറ്റൊന്നും യഥാർത്ഥം തന്നെ നമ്മളെ ഖുർആനിയായ ആ വഹി അത് വരുന്നത് വരെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അത് വന്നതിന് ശേഷം പിന്നെ ആ പരിപാടി മാറ്റി, പിന്നെ ദൗത്യം മാറിയല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നുബുവത്തിൻ്റെ ഉയർച്ചയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടവ് കയറുകയാണ്. ആ കയറുന്നതിന് മുമ്പായി ഹിജ്റ, ദുന്യവിയായ ആ കെട്ടുപാടിൽ നിന്നൊക്കെ ഹിജ്റ പറഞ്ഞ് ഭൗതികയിൽ നിന്നുള്ള ഹിജ്റ, ആത്മീയതയിലേക്കുള്ള ഉയർച്ചയിലേക്കുള്ള ഹിജ്റ. യഥാർത്ഥത്തിൽ പർവ്വതം ഉയരമാണ്, അവിടേക്ക് ഉയർന്നു. ആ പർവ്വതത്തിൻ്റെ ബാഹ്യമായ ഉയരത്തേക്കാൾ കൂടുതൽ ആത്മീയമായ ഉയരം നുബുവത്തിലേക്കുള്ള ഉയർച്ച, ഖുർആനിലേക്കുള്ള ഉയർച്ച, അള്ളാഹുവിലേക്കുള്ള ഉയർച്ച, അള്ളാഹുമായിട്ട് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഉയർച്ച. ഇതിനേക്കാൾ വലിയൊരു ഉയർച്ചയില്ലല്ലോ. അതിലേക്കുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുന്നോടിയായിക്കൊണ്ട് അള്ളാഹുവിനെ ധ്യാനിക്കാൻ ഉത്തമമായ ഒരു സ്ഥലം കണ്ടെത്തിയത്. ഗാരി ഹിറാക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പോയാൽ അറിയാതെ, ഇപ്പം പിന്നെ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിലും നേരെ കഅബയുടെ സൂത്ര അവിടെ ഇരുന്നാൽ കാണാവുന്നതാണ്. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ധ്യാനിക്കാൻ വേണ്ടി ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ എന്ന് പറയുന്ന ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആദ്യ ദേവാലയം, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ആ ദേവാലയം നോക്കിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൽ മുഴുകുകയായിരുന്നു. അപ്പോൾ ഒരു ശുദ്ധീകരണം, നല്ല റിയാദ, നമ്മൾ റിയാദ എന്നൊക്കെ പറയും.
അങ്ങനെ ഒഴിഞ്ഞ് അതിനു വേണ്ട തയ്യാറെടുപ്പ്, ഈ ഉയർച്ചയിലേക്ക് പദവികളുടെ ഈ മാറ്റത്തിലേക്കുള്ള ഈ തയ്യാറെടുപ്പിൽ ആയിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നത്. അങ്ങനെ ഹക്ക് വരുന്നത് വരെ ഇരുന്നു. ഹക്ക് വന്നത് എന്താ? ഹക്ക് വന്നത് പറഞ്ഞല്ലോ, ഫജാഅഹുൽ മലക്കു, അങ്ങനെ മലക്ക് വന്നു. ഒരു ദിവസം, ഒരു രാത്രി മലക്ക് വന്നിട്ട് ആദ്യമായിട്ട് പറയുന്നത് ഫഖാല ഇഖ്റ എന്നാണ്. അപ്പോൾ എന്തോ മാറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളത്. കാരണം അതാണ് സ്വപ്നങ്ങൾ, മറ്റ് അശരീര ശബ്ദങ്ങൾ, ഇതൊക്കെ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാകപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പേടിച്ച് അന്താളിച്ച് പോവില്ല. ഈ വിജനമായ ഒരു സ്ഥലത്ത് ഒരു അപരിചിതൻ ഇങ്ങനെ രാത്രി വന്നിട്ട് എന്തൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ബേജാറും പരിഭ്രമവും ഒക്കെ, അത് അത്രത്തോളമൊന്നും ഉണ്ടായില്ലെങ്കിലും ബേജാറും പരിഭ്രമവും ഉണ്ടായതിനു ശേഷം പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി കൊണ്ട് ഇതിലേക്കുള്ള ഒരു പ്രവേശനം എന്ന നിലക്കാണ് ആദ്യം തന്നെ ഇത്തരം വഹയികളൊക്കെ ഉണ്ടായത്. അങ്ങനെ മലക്ക് വന്നിട്ട് പറയുന്നത് ഇഖ്റ എന്നാണ്, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നബി കാരിൻ, ഞാൻ ഉമ്മിയാണല്ലോ, ഞാൻ മദ്രസയിലും സ്കൂളിലൊന്നും പോയില്ല, എന്നല്ല ആരോടും പഠിപ്പിച്ചിട്ടുമില്ല. ഫഅഖദനി, അപ്പോൾ ഈ വന്ന മലക്ക് എന്നെ പിടിച്ചു. ഫഖത്തനി, എന്നെ അടച്ചു കൂട്ടി പിടിച്ചു. ഒത്ത എന്ന് പറഞ്ഞാൽ മൂടി, പാത്രമൊക്കെ മൂടുന്നതിനാണ് ഒത്ത. അങ്ങനെ മൂടി പിടിച്ചു. അത് വളരെ ശക്തിയായിട്ട് പിടിച്ചുണ്ടായിരിക്കണം. അതാണ് ഹത്താ ബലഗ മിന്നിയൽ ജഹ്ദ, എനിക്ക് വിഷമമുണ്ടാകുന്നത് വരെ, എനിക്ക് പ്രയാസമുണ്ടാകുന്നത് വരെ അങ്ങോട്ട് ഇറുക്കി പിടിച്ചു. തുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടയച്ചു. എന്നിട്ട് വീണ്ടും പറയുന്ന ഇഖ്റ തന്നെ. അപ്പോഴും മറുപടി മാ നബി കാരീൻ, വേറെ മറുപടി ഇല്ലല്ലോ. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പിടിച്ചു, അണച്ചു കൂട്ടി പിടിച്ചു, എനിക്ക് പ്രയാസമുണ്ടായി, എന്നെ വിട്ടു. മൂന്നാമത്തെ വട്ടവും ഇഖ്റ എന്ന് പറഞ്ഞപ്പോഴും മാ നബി കാരീൻ. ഈ പ്രാവശ്യം ആ മലക്ക് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതാണല്ലോ ഖുർആനിലെ ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ. ഇത്രയുമാണ്. ഈ ആയത്തുകളുടെ പ്രത്യേകത നമുക്കറിയാം. മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണല്ലോ ഇസ്ലാം, ഖുർആൻ, പ്രവാചകന്മാർ, മനുഷ്യന്മാരെ സംസ്കരിക്കാനുള്ളതാണ്. സംസ്കാരത്തിൻ്റെ ആദ്യ ഭാഗം ഇൽമാണ്, അറിവാണ്. അറിവ് കൊടുത്തുകൊണ്ട് ഉത്ബോധനം നടത്തുമ്പോഴാണ് മനുഷ്യൻ സംസ്കരിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യനക്ക് അറിയില്ലല്ലോ, എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല. ജീവിതത്തിനൊരു വ്യവസ്ഥയുണ്ട്, അതാണ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കണം. ആ നിയമം എന്താണെന്ന് ഉള്ള അറിവുണ്ടാകണം. ആ അറിവിൻ്റെ സൂചനയാണ് ഇഖ്റ, വായിക്കണം. റബ്ബിൻ്റെ പേരിലായിരിക്കണം. അതിൻ്റെ വായിക്കേണ്ട പഠിക്കേണ്ട അദബുകളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് അറിയേണ്ടത് റബ്ബിനെയാണ്. തന്നെ ഉണ്ടാക്കി പരിപാലിച്ചു വരുന്ന റബ്ബ്, ഈ ലോകത്തെ പരിപാലിക്കുന്ന, അവൻ്റെ പരിസരത്തെ പരിപാലിക്കുന്ന റബ്ബിനെ കുറിച്ച് അറിയണം. എല്ലാ കാര്യവും അവൻ്റെ നാമത്തിലായിരിക്കണം. തുടങ്ങി പഠനത്തിൻ്റെ ഉപകരണങ്ങൾ, കലം എന്നൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വചനങ്ങളാണ് ആദ്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇസ്ലാം ഇൽമിന്, വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രത്യേകത എന്ന് മനസ്സിലാക്കാം. ആദ്യ മനുഷ്യനെ പടച്ചപ്പോഴും ഇത് തന്നെയാണ്. അല്ലാഹു തആല ആദ്യ പ്രവാചകൻ, ആ ചരിത്രം നമുക്കറിയാം. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ തുമ്മ അറദഹും അലൽ മലായികത്തി ഫഖാല അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. ആദം നബിനെ സൃഷ്ടിച്ചു. ആദ്യമായി ഭക്ഷണം കൊടുത്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നെല്ലാം പറയുന്നത്, ആദ്യമായി പറയുന്നത് ആദമിന് എന്താ കൊടുത്തത്? അല്ലമ, ഇൽമു കൊടുത്തു. ഇൽമു കൊടുത്തു. അതാണ് ആദ്യം മനുഷ്യന് വേണ്ടത്. ഒരു മനുഷ്യൻ ഒരു സംസ്കാര സമ്പന്നനാവണമെങ്കിൽ ഇൽമു വേണം. ഇൽമ് പഠിക്കണം, പഠിപ്പിക്കുന്ന സംവിധാനം വരെ അതിലുണ്ട്. ഇഖ്റ ബിസ്മി പറഞ്ഞ മാതിരി തന്നെ അവിടെ
പഠിപ്പിച്ചു, പരീക്ഷ നടത്തി, പരീക്ഷയിൽ വിജയിച്ചവരെ ആദരിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായല്ലോ. അപ്പം വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു വിപുലമായ രൂപം തന്നെ ആദ്യ മനുഷ്യൻ്റെ ആ ചരിത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ അവസാനത്തെ പ്രവാചകൻ്റെ ചരിത്രം നോക്കുമ്പോഴോ അതും അങ്ങനെ തന്നെ, അതിനേക്കാൾ കൂടുതലാണ്. എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കണം. ഇതാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കൃതിയുടെ ആധാരം, അല്ലെങ്കിൽ അതിൻ്റെ വഴി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിറാത്ത് മുസ്തഖീമിൽ ചേരാനുള്ള വഴികളുണ്ട്. വെറും പ്രാർത്ഥന മാത്രം പോരാ, അറിഞ്ഞ് ആരാധന ചെയ്ത് അനുസരിക്കുന്ന ഒരു ജീവിതമാണ് അതിൻ്റെ വഴി. ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ സഞ്ചരിച്ച പാത പിന്തുടരാൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ഇൽമാണ് ഇവിടെ പറയുന്ന 1-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ശേഷം വറക്കാൻ തുടങ്ങി. പനി പിടിച്ച മാതിരി ബേജാറായി പേടിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇറങ്ങി ഓടിച്ചെന്നു. തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അഭയം നൽകുന്ന, സമാധാനം നൽകുന്ന, തന്നെ എല്ലാ നിലക്കും സഹായിക്കുന്നതിൻ്റെ പ്രിയപത്നി ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. അതാണ് ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യർജുഫു ഫുഹാദുഹു അലാ ഫദഖല അലാ ഖദീജ ബിൻതി ഖുവൈലിദ് റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയി. യർജുഫു ഫുആദുഹു, നബിൻ്റെ ഹൃദയം ഇങ്ങനെ പെടക്കുന്നുണ്ട്. ഹൃദയമിടിപ്പ് കൂടല്ല. നമ്മൾക്കൊരു പ്രയാസം അല്ലെങ്കിൽ ഭയം ഉണ്ടാകുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും. അങ്ങനെ കൂടിക്കൊണ്ടുപോയി. ഫുആദ് പറഞ്ഞാൽ ഹൃദയത്തിന് പറയും. ഹൃദയം നിൽക്കുന്ന ആ പാത്രത്തിന്, ഹൃദയം നിൽക്കുന്ന ആ സ്ഥലത്തിന് പറയും. അങ്ങനെ ഖദീജ ബീവിൻ്റെ അടുക്കൽ ചെന്നു. ഫഖാൽ ജമ്മിലൂനി, എനിക്ക് വിറക്കുന്നു, തണുക്കുന്നു, പനിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒന്ന് പുതച്ച് മൂടൂ. അപ്പം ജമ്മലൂഹു, അവരിപ്പോൾ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. അങ്ങനെ സ്വസ്ഥമായി അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പം പേടിയൊക്കെ പോയി, വിറയലൊക്കെ മാറി. അപ്പം പറഞ്ഞു, ഫഖാലിൽ ഖദീജ വ അഖ്ബറഹൽ ഖബർ, ഖദീജയോടുണ്ടായ സംഭവമൊക്കെ പറഞ്ഞു. മലക്ക് വന്നതും പിടിച്ചു കൂട്ടിയതും ഓതിത്തന്നതും ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലക്കത് ഖശീതു അലാ നഫ്സി, ഞാൻ പേടിച്ചു പോയി ഖദീജ, ഞാൻ വളരെ പേടിച്ചു പോയി. എൻ്റെ നഫ്സിന് ഞാൻ മരിച്ചു പോകുമെന്ന് പേടിച്ചു പോയി. അതിന് മാത്രം പ്രയാസമുണ്ടായി. ഇത് പറയുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ബേജാറ് അറിയാലോ. എല്ലാറ്റിൻ്റെയും ആശ്രയമായ ഭർത്താവിന് എന്തോ ഒരു അപകടം സംഭവിച്ചാൽ ഉണ്ടാകുന്ന ആ ബേജാറ് അതിനേക്കാൾ കൂടുതൽ ഭാര്യമാർക്കുണ്ടാവും. അവർ സമാധാനിപ്പിച്ചു. ഫഖാലത്ത് ഖദീജ കല്ലാ വല്ലാഹി ലമാ യുഖ്സികല്ലാഹു അബദ, ഒരു പരാജയം തങ്ങൾക്കുണ്ടാവില്ല. അല്ലാഹു തആല തങ്ങൾ പരാജയപ്പെടുത്തില്ല, അല്ലെങ്കിൽ ഒരു വിഷമത്തിലേക്ക് അല്ലാഹു തആല നിങ്ങളാക്കിയില്ല. അതിന് കാരണം നമ്മുടെ വിശ്വാസപരമായിട്ട് മനുഷ്യർ പണ്ട് കാലത്തും അംഗീകരിക്കുന്ന ചില സനാതന ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ, അവനെ അല്ലാഹു തആല പരാജയപ്പെടുത്തൂല എന്നൊരു വിശ്വാസം. ആ വിശ്വാസം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. ആ വിശ്വാസം അനുസരിച്ച് കൊണ്ട് അവർ പറഞ്ഞു, കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദ, കാരണം ഇന്നക ലതസിലുർ റഹിമ, കുടുംബ ബന്ധം ചേർക്കാറുണ്ട് തങ്ങൾ. ആ കാര്യത്തിൽ തങ്ങൾ മുൻപന്തിയിലാണ്. താങ്കൾ കുടുംബ ബന്ധം ചേർക്കാറുണ്ടല്ലോ, അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. വ തഹ്മിലുൽ കല്ല, കല്ലിനെ ചുമക്കും. കല്ല് എന്ന് പറഞ്ഞാൽ മുടക്കാ ചരക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത, അല്ലെ നോക്കാൻ ആളില്ലാത്ത, ശരണത്തിന് ആളില്ലാത്ത അശരണരായ ആൾക്കാർ അവരെന്താക്കും, അവരെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് തങ്ങളെന്താക്കും, അണച്ചുകൂട്ടി പിടിക്കും, പ്രയാസങ്ങൾ ഏറ്റെടുക്കും. വയക്സുബിൽ മയദൂമിന് കസ്ബ് കൊടുക്കും, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക. അതുപോലെ അവരെ ജീവിതത്തിൻ്റെ നിരാശ മേഖലയിൽ നിന്നും ആശയുടെ മേഖലയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ തങ്ങൾ ചെയ്യാറുണ്ട്. ഒത്തക്കിരി ലൈഫ, അതിഥികളായി വന്നാൽ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ഗുണമാണ്. മറ്റ് നാടുകളിൽ നിന്നൊക്കെ വരുന്നവരോ
അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മളെ സന്ദർശിക്കാൻ വരുന്നവരെയൊക്കെ സ്വീകരിക്കുക. ഇതും ഒരു നല്ല ഗുണമാണ്. അതും തങ്ങൾ ചെയ്യുന്നതിൽ തങ്ങൾ മുൻപന്തിയിലാണ് എല്ലാവരേക്കാളും. ഒത്തുഴീനു അലാ നവാഹിബിൽ ഹക്ക്, ഹക്കിൻ്റെ മുസീബത്തുകൾ, വിഷമതകൾ, അതിൻ്റെ മേൽ തങ്ങൾ എന്താക്കും, സഹായിക്കും. ഒരു ലാലിമും മദ്ലൂമും ഒരുത്തൻ വെറുതെ ആക്രമിച്ചു എങ്കിൽ മദ്ലൂമിൻ്റെ ഭാഗത്ത്, ഹക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതാണല്ലോ, തങ്ങൾ നിലനിന്നുകൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും സഹായിക്കും. അതൊക്കെ ചെയ്യുന്ന താങ്കളെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇവിടെ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തൻ്റെ ഉത്തമ വിശ്വാസികൾ, തൻ്റെ ഗുണകാംക്ഷികളായ ആൾക്കാരോടത് പറയുകയും അങ്ങനെ പറഞ്ഞാൽ ഇവരെ സമാധാനിപ്പിച്ച് അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം എന്നുള്ള ഒരു സുന്നത്ത് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതോടുകൂടെ സൽഗുണ സമ്പൂർണയായ ഒരു ഭാര്യയുടെ സഹകരണം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ എന്ന് പറയുന്ന ഈ ദൗത്യം, ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ ദൗത്യം, ഇതിനു വേണ്ടി ആരുമില്ലാത്ത സമയത്ത് വളരെയധികം സഹായിച്ച ഒരു സഹധർമ്മിണി, എല്ലാ മേഖലയിലും തൻ്റെ സമ്പത്തും തൻ്റെ ശരീരവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായതും ഇവനും പല ഭാര്യമാരുണ്ടെങ്കിലും ഈ ഖദീജ ബീവിയിൽ നിന്നാണ്. വേറെ ഒരു ഭാര്യമാരിൽ ഉണ്ടായില്ല. മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന സ്ത്രീയിൽ, അടിമ സ്ത്രീയിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെന്നത് കഴിച്ചാൽ വേറെയുള്ള അന്തിസ്സി നിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ 9 ഭാര്യമാർ അല്ലെങ്കിൽ 11 ഭാര്യമാർ ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരിലാരിലും കുട്ടികളുണ്ടായിരുന്നില്ല. ഇവരിൽ മാത്രമാണ് കുട്ടികളുണ്ടായത്. ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നയായിരുന്നു. പ്രവാചകനാവുന്നതിന് മുമ്പും ഭർത്താവുന്നതിന് മുമ്പും തൻ്റെ കച്ചവടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട അതിൻ്റെ ഒരു മാനേജർ കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നിലക്കൊക്കെ വളരെ സഹായിയായി പ്രവർത്തിച്ച ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സങ്കടാവസരത്തിലും വളരെ സമാധാനപ്രദമായ വാക്കുകൾ കൊടുത്ത് നബിക്ക് സന്തോഷമായി എന്ന് മാത്രവുമല്ല, വർത്തമാനത്തിൽ അവസാനിക്കുന്നില്ല. ഖദീജയ്ക്ക് നേരത്തെ അറിയാം ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല, അത്ഭുതങ്ങൾ ഉണ്ടാവും. കച്ചവടത്തിന് അയച്ചപ്പം മൈസറ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഖദീജയുടെ മനസ്സിലൊന്നും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ ബന്ധു, എൻ്റെ അമ്മിൻ്റെ മകൻ, പിതൃ സഹോദരൻ്റെ മകൻ വറക്ക എന്ന് പറയുന്ന, വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, നസ്രാണി പണ്ഡിതനുണ്ട്. ഇബ്രാനി ഭാഷയൊക്കെ അറിഞ്ഞ് ഇഞ്ചിയിലൊക്കെ എഴുതുന്ന, ഇഞ്ചിയിൽ നിന്ന് അറബിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതുന്ന ഭാഷാ പണ്ഡിതൻ കൂടിയായ വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആളടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനായിരിക്കില്ല അദ്ദേഹം എന്ന നിലക്കാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി പറയുന്നു. അതാ പന്തലക്കത്ത് ബിഹി ഖദീജ ഹത്ത അത്തത്ത് ബിഹി വറക്കത്ത് ബിൻ നൗഫൽ ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ ഇബ്ന അമ്മി ഖദീജ, ഖദീജ ബിയുടെ പിതൃ സഹോദരൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. വക്കാന ഇംറഅൻ തനസ്സറ ഫിൽ ജാഹിലിയ, അദ്ദേഹം ജാഹിലിയ കാലത്ത് നസ്രാണിയായ ആളായിരുന്നു. ജാഹിലിയ കാലത്ത് കുറേ ആളുകൾ ഈ ബിംബാരാധനകളൊക്കെ വെറുത്തിട്ട് നല്ല മതം ഏതാണെന്ന് അന്വേഷിച്ച് പലരും പല സ്ഥലത്ത് പോയി. അപ്പം അന്ന് ചില ഭാഗങ്ങളിലൊക്കെ ഈസാ നബിയുടെ മതം അത് അനുവർത്തിച്ച് വരുന്ന ആളുകളുണ്ടായിരുന്നു, നസ്രാണികൾ. ആ നസ്രാണി മതം സ്വീകരിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ ബിംബാരാധനകളോടൊക്കെ വെറുപ്പ് കാണിച്ച പല ആളുകളുണ്ടായിട്ടുണ്ട്, അതിൽപ്പെട്ട ഒരാളാണ്. ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. വക്കാന ഷെയ്ഖൻ കബീറൻ ഖദ് അമിയ, വറക്ക ബിൻ നൗഫൽ എന്ന ആൾ വളരെ പ്രായമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഖദീജ ബീവി അവരോട് പറഞ്ഞു, ഫഖാലത്ത് ലഹു ഖദീജ യബ്ന അമ്മി ഇസ്മഅ മിൻ ഇബ്നി അഖീക, സഹോദര, നിങ്ങളുടെ സഹോദരൻ്റെ മകന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. സഹോദരൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ സാധാരണ
എല്ലാവരും സഹോദരന്മാരാണല്ലോ, മനുഷ്യ സാഹോദര്യം എന്ന നിലക്ക് ആണെന്നും പറയാം. തൻ്റെ പിതാവ് അബ്ദുള്ള എന്നവരും ഉറക്കയുടെ പരമ്പരയും കുസൈ, റസൂലിൻ്റെ പിതാമഹൻ കുസൈയിലേക്ക് ഒരുമിച്ച് കൂടുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫഖാലഹു ഉറക്ക നബിയോട് പറഞ്ഞു, യബ്ന അഖി മാദാ തറ, എന്താ മോനെ ഈ കാണുന്നത്? അഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ മാ റഅ, ഉണ്ടായ സംഭവം, ജബലുന്നൂറിൽ വെച്ചുണ്ടായ സംഭവമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തു. ഫഖാല ലഹു ഉറക്ക, ഹാദൻ നാമൂസല്ലദീ നസ്സലല്ലാഹു അലാ മൂസ. ഉറക്ക പറഞ്ഞു, ഉറക്കാക്ക് മനസ്സിലായി ഒരു നബി, അവസാനത്തെ നബി വരാനുണ്ടെന്നും ആ നബി ഇദ്ദേഹമാണെന്നും ഒക്കെ ഉറക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തൗറാത്ത് ഇഞ്ചീലൊക്കെ പഠിച്ചതുകൊണ്ട് അതിൽ നിന്നുള്ള വിവരങ്ങളും സാന്ദർഭികമായി ഇപ്പം കിട്ടിയ വിവരങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വന്ന ആൾ നാമൂസാണ്. മൂസാ നബിൻ്റെ മേൽ അള്ളാഹു ഇറക്കാറുണ്ടായിരുന്നു, ആ നാമൂസാണ്. എല്ലാ അമ്പിയാക്കളുടെ മേലും വഹിയുമായി വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണല്ലോ. അവരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്. നാമൂസിലെ നേരെ പദാർത്ഥം സാഹിബ് സിറ്, രഹസ്യ വകുപ്പിൻ്റെ ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു രഹസ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ ജിബ്രീൽ. ആ നിലക്ക് അങ്ങനെ പ്രയോഗിച്ചതാണ്. അപ്പോൾ മൂസാ നബിക്ക് ജിബ്രീൽ വന്ന് ബന്ധപ്പെടാറും വഹി കൊടുക്കാറും ഒക്കെ ഉണ്ട് എന്നതുപോലെ തന്നെ ആ ഇറങ്ങുന്ന മലക്കാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഉറക്കെ പറഞ്ഞു, യാ ലൈതനി ഫിഹാ ജദഅ, യാ ലൈതനി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നതിൻ്റെ അർത്ഥം. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തങ്ങൾ പ്രവാചകനായി പ്രത്യക്ഷപ്പെടുകയും തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളുടെയൊക്കെ ആ ഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ലൈതനി അകൂനു ഹയ്യൻ, ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ. ജദ എന്ന് പറഞ്ഞാൽ യൗവൻ, നല്ല നല്ല രക്തത്തിളപ്പുള്ള ആ കാലം, നല്ല ശക്തനായ കാലം. ജദ എന്ന് പറഞ്ഞാൽ നമ്മളെ കന്നുകാലികളിലൊക്കെ ജദ എന്ന് പറയും. പല്ല് മുളച്ചത്, 1 വയസ്സായത്, 4 വയസ്സായതെന്നൊക്കെ അർത്ഥത്തിന് പലതും പറയും. ഏതായിരുന്നാലും അതിൻ്റെ യൗവന പ്രായമാണ്, നല്ല ശക്തമായ കരുത്തുള്ള പ്രായമാണ്. അങ്ങനെ ഞാൻ ആയിരുന്നെങ്കിൽ, ഇത് യുഹ്രിജുക കൗമുക്ക്, താങ്കളുടെ ജനത തങ്ങളെ പുറത്താക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഓടിക്കും തങ്ങളെ, അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. എന്നെ പുറത്താക്കിയേ, ഞാൻ അൽ-അമീനല്ലേ, എൻ്റെ ജനതയിൽ ഒരാൾക്ക് പോലും എന്നെപ്പറ്റി ഒരു അഭിപ്രായക്കേടില്ല, എന്നിട്ട് എന്നെ പുറത്താക്കൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള സംശയം. റസൂൽ ചോദിച്ചു, അവ മുഖരിജീയഹും, അവരെന്നെ പുറത്താക്കിയേ, അവരെന്നെ പുറത്താക്കുന്നവരാണോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉറക്കെ പറഞ്ഞു, അതെ, പുറത്തു പോണ്ടിരും, പുറത്താക്കും. എന്തുകൊണ്ടെന്നാൽ ചരിത്ര പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഇത ബിഹി ഇല്ലാ ഊദിയ, ഈ ലോകത്ത് താങ്കൾ കൊണ്ടുവരുന്ന അതുപോലെയുള്ള സത്യപ്രസ്ഥാനവുമായി വന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ശത്രുക്കളുണ്ടായിട്ടില്ലാതെയില്ല, അതിനൊക്കെ ശത്രുതയുണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ ചെയ്തത് ആ പ്രവാചകന്മാരെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്, നാട് കടത്തിയിട്ടുണ്ട്. അതുപോലെ തങ്ങളും എന്താക്കും, മർദ്ദിക്കപ്പെടും, എത്രത്തോളം നാട് കടത്തുന്നവരെ എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, വൈ യുദിരിക്കിനി യൗമുക അൻസുറുക നസ്റൻ മുഅസ്സറ, ആ ദിവസങ്ങാനും തങ്ങളെ പുറത്താക്കുന്ന അല്ലെങ്കിൽ ആ ദുരന്തമുണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അന്ന് എത്തിക്കുമായിരുന്നുവെങ്കിൽ വളരെ ശക്തമായ സഹായം തങ്ങൾക്ക് ഞാൻ സഹായിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമാണത്. പക്ഷേ സുമ്മലം യൻഷബ് വറക്ക അൻ തൂഫിയ, യൻഷബ് എന്ന് പറഞ്ഞാൽ താമസിക്കുക, യൽബസ് സുമ്മലം യൽബസ്,
വറക്ക പിന്നെ വല്ലാതെ താമസിച്ചില്ല മരിക്കാൻ. നുബുവത്ത് കിട്ടിയതിന് ശേഷം വളരെയധികം ജീവിക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന് മുമ്പ് അദ്ദേഹം വഫാത്തായി പോയിട്ടുണ്ട്. ഫത്തറൽ വഹിയു, പിന്നെ ആദ്യത്തെ ഈ വഹി ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറേ കാലം വഹി ഇല്ലാതെയായി. അതാണ് ഫത്തറൽ വഹിയു, വഹി മുറിഞ്ഞു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ്, 2-3 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. കുറഞ്ഞ മാസങ്ങളേ എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും കുറച്ച് ഇടവേള ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഫത്തറൽ വഹിയു. ഇവിടെ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിജനത, അതിൽ നിന്ന് വഹി, നുബുവത്ത് ഒക്കെയാണ്. റുയ്യ സാദിക്ക 6 മാസം, അത് കഴിഞ്ഞ് 1 മാസം പർവ്വതത്തിൽ താമസിച്ചു എന്നൊക്കെ ഹദീസിലുണ്ട്. 1 മാസമാണ്. അത് ഷഹ്ർ റമളാനാണ്. റമളാൻ മാസത്തിലാണ് വാറിഹിറായിലെ താമസം. ആ മാസത്തിലാണ് ജിബ്രീൽ വന്നതും ഇഖ്റ ഓതി കേൾപ്പിച്ചതൊക്കെ. അത് ഖുർആൻ്റെ ഫലം അതിനുണ്ട്. ഷഹ്ർ റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. റമളാനിലാണല്ലോ ഖുർആൻ ഇറങ്ങിയത് എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ അവിടെ മുഫസ്സിരീങ്ങൾ ഖുർആൻ ഇറങ്ങിയത് 23 കൊല്ലം കൊണ്ടല്ലേ, പിന്നെ റമളാനിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിന് ചില അർത്ഥങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആൻ 1-ാം ആകാശത്തേക്ക്, അതായത് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയത് റമളാൻ മാസത്തിലാണ്. അതൊരു രാത്രിയാണ്. അത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറയുന്ന സൂറത്തിൽ വ്യക്തമാക്കിയതുപോലെ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറക്കിയത്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക്, അതാ ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നായിട്ട് ഖുർആൻ ഇറക്കി വെച്ചു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് 23 കൊല്ലം കൊണ്ട് പ്രവാചകരിലേക്ക് അത് ഇറക്കിക്കൊടുത്തു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു വ്യാഖ്യാനം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വന്നു. ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്റിലാണ്. അങ്ങനെയാവാം. അപ്പോൾ ഈ സംഭവം ഉണ്ടായത് ഖുർആൻ കുറഞ്ഞ ഭാഗം ഇറക്കിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തല്ലോ. ആ ഉദ്ഘാടനം നടന്നത് ഈ രാത്രിയാണ്, വാറിറാഹിൽ താമസിക്കുന്ന സമയത്ത്. അതാണ് കുറേ കൂടെ യോജിപ്പ്. പിന്നീട് ആവശ്യാനുസരണം 23 കൊല്ലക്കാലം കൊണ്ട് ഖുർആൻ ഇറക്കി തീർത്തു എന്നതാണ്. അപ്പോൾ നമ്മളെ ബാബ്, നമ്മളെ തർജുമ കൈഫക്കാന ബദ്ഉൽ വഹി എന്നുള്ളത് ഏകദേശം അതിൻ്റെ ചരിത്രം നമുക്ക് ഈ ഹദീസിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ ഒക്കെ പഠിക്കാനുണ്ട്. ഖുർആൻ്റെ ആദ്യത്തെ വചനങ്ങളും ഖുർആൻ ഇറങ്ങിയ രീതിയും ഖുർആൻ ഇറങ്ങിയ മാസവും, ഖുർആൻ വളരെ ആദരിക്കപ്പെടേണ്ടതും മനുഷ്യകുലത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു സമ്പത്തും ഖുർആനാണല്ലോ, ഒരു ജീവിത പദ്ധതി. അതുകൊണ്ട് തന്നെ ആ ഇറങ്ങിയ മാസത്തെ ഇറങ്ങിയ ദിവസത്തെ അള്ളാഹു തആല വളരെ ആദരിച്ചു. ഈ രാത്രി നുബുവത്ത് നൽകിക്കൊണ്ട് ഖുർആൻ ആദ്യം ഇറക്കിക്കൊണ്ടാണ് നുബുവത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയതും നുബുവത്ത് കിട്ടിയതുമായിരിക്കുന്ന ആ രാത്രി ഒരു വലിയ രാത്രിയെ അള്ളാഹു തആല ആഘോഷിച്ചു. അള്ളാഹു അതിനെ തഅലീം ചെയ്യാൻ പറഞ്ഞു. 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. അന്നൊരു രാത്രി ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റു മാസങ്ങളിൽ 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അതിനേക്കാൾ ഹൈറായ പ്രതിഫലമാണ് എന്നാണ്. ആ നിലയ്ക്ക് അള്ളാഹു തആല മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി, ഗ്രന്ഥം, നിയമാവലി അത് നൽകിയ ദിവസം എന്ന നിലക്കാണ് ലൈലത്തുൽ ഖദ്ർ അള്ളാഹു തആല എത്ര പോലും ആദരിച്ചത്.
അതുമാത്രമല്ല ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന മാസത്തെ തന്നെ റമദാൻ അങ്ങനെയാണല്ലോ. അള്ളാഹു തആല റമദാൻ മാസത്തിൽ പ്രതിഫലം കണക്കില്ലാതെ അള്ളാഹു വാരിക്കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ ഹദീസുകളുണ്ട്. അങ്ങനെ ഖുർആൻ്റെ മഹത്വം നമ്മൾ ആദ്യമായി മനസ്സിലാക്കുകയാണ്. ഖുർആനെ തുടർന്നു കൊണ്ട് തന്നെ അതിനോട് അടുത്ത് നിൽക്കുന്ന ഹദീസിൻ്റെ മഹത്വവും അങ്ങനെ എല്ലാം അള്ളാഹുവിൻ്റെ കലാം എന്ന നിലയ്ക്ക് അതിനൊക്കെ ആദരിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ ചട്ടം കൂട്ടിയ ആ നിയമവും വ്യവസ്ഥയും നമ്മളതിനെ ആദരിച്ചുകൊണ്ട് അതിനെ അനുകരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.